ആത്മീയ ഉണർവാണ് ഒരു സമൂഹത്തെ ഉദ്ധരിക്കുവാൻ ആവശ്യമായിട്ടുള്ളത്. ഉണർവുണ്ടാകുന്നത് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ സഭയിൽ ഉണ്ടാകുമ്പോഴാണ്. ഈ വിഷയം നമുക്ക് ഇന്നത്തെ പഠനവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം ആരംഭിക്കുന്നത് ശലോമോൻ രാജാവ് ദേവാലയ നിർമ്മാണത്തിൽ വ്യാപൃതൻ ആകുന്നതിനെ വിവരിച്ചുകൊണ്ടാണ്. നാം 1-ാം പുസ്തകം പഠിച്ചപ്പോൾ നിങ്ങൾ ഓർക്കുമല്ലോ, ദാവീദ് രാജാവിനെക്കുറിച്ചായിരുന്നു അതിനകത്ത് വിവരിച്ചത്. ഈ 2-ാം പുസ്തകത്തിൽ 2 പ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന്, ദേവാലയ നിർമ്മാണം. 2, ജനത്തിനിടയിലെ വലിയ ഉണർവ്. രാജാക്കന്മാരുടെ പുസ്തകങ്ങളുടെ അതേ കാലഘട്ടം തന്നെയാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളുടെയും പശ്ചാത്തലമെങ്കിലും ഈ ഊന്നലുകൾ, പ്രത്യേകമായി ഉണർവും അതുപോലെയുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. ആദ്യത്തെ 9 അധ്യായങ്ങളിൽ ശലോമോൻ്റെ വാഴ്ചയെ വിവരിക്കുകയാണ്. ഇതിൽ ആദ്യ 6 അധ്യായങ്ങൾ ആലയ നിർമ്മാണത്തെക്കുറിച്ചുള്ളതാണ്. 10-ാം അധ്യായം മുതൽ വിഭജിക്കപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനേകം രാജാക്കന്മാർ ഈ രാജ്യങ്ങളെ ഭരിക്കുന്നതായി നാം കാണുന്നു. വടക്കേ രാജ്യമായി ഇസ്രായേലിനെ ഭരിച്ചവരിൽ നല്ലവരെന്ന് പറയാവുന്ന ഒരു രാജാവ് പോലും ഇല്ലായിരുന്നു. എല്ലാം വഷളന്മാരായിരുന്നു. അങ്ങനെ പറയുമ്പോൾ തെക്കേ രാജ്യമായ യഹൂദയും മെച്ചമായിരുന്നില്ലെങ്കിലും ഏതാനും രാജാക്കന്മാർ വിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അവരെ നാം പ്രത്യേകം കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാർ ജനങ്ങളിൽ ആത്മീയ ഉണർവ് ഉണ്ടായതിന് മുഖാന്തരങ്ങളായി എന്ന് നാം കാണും. അതുകൊണ്ടായിരിക്കാം ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ 2 ദിനവൃത്താന്തങ്ങളിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് തെക്കേ രാജ്യമായ യഹൂദയ്ക്കാണ്. ദൈവം ആത്മീയ ഉണർവിൽ ശ്രദ്ധ നൽകുന്നു. ഉണർവിനുള്ള ആദ്യത്തെ പടി പ്രാർത്ഥനയാണ്. ദൈവം സർവശക്തനാണ്. ദൈവത്തെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുവാൻ മനുഷ്യരായ നമുക്കാർക്കും സാധിക്കില്ല. ദൈവത്തിന് തൻ്റേതായ ഒരു പദ്ധതിയുണ്ട്. എനിക്കോ താങ്കൾക്കോ വേണ്ടി മാറ്റം വരുത്താത്ത ദൈവത്തിൻ്റെ പദ്ധതി. അതിനാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിത്യതയിൽ നിന്ന് പുറപ്പെട്ട ദൈവഹിതം രാജ്യങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ കടന്ന് നിത്യതയിൽ എത്തിച്ചേരുന്നു. ആ വലിയ പദ്ധതിയിൽ എളിയ മനുഷ്യനെ മുന്നിൽ നിർത്തുവാൻ ദൈവത്തിന് ദയ തോന്നി. 2 ദിനവൃത്താന്ത പുസ്തകങ്ങളാണ് ഇന്നു മുതൽ നാം പഠിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. 2 ദിനവൃത്താന്തങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് നോക്കുവാൻ സമയമുള്ളൂ. ആ ഭാഗം എടുത്താട്ട് 2 ദിനവൃത്താന്തങ്ങൾ 1-ാം അധ്യായം ഒരുമിച്ച് പഠിക്കാം. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം നാം പഠിച്ചു കഴിഞ്ഞു. ദേവാലയത്തിനാവശ്യമായ എല്ലാ സാമഗ്രികളും ഒരുമിച്ച് കൂട്ടി അതിനാവശ്യമായ ആളുകളെയും ക്രമീകരിച്ച് ഇസ്രായേലിലെ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വേണ്ടതായ പ്രോത്സാഹനവും നൽകി ദേവാലയത്തിലെ ആരാധനയും ക്രമീകരിച്ച് ആവശ്യമായ പണവും ഉണ്ടാക്കി വെച്ചതിന് ശേഷം ശലോമോനോട് ധൃതിയായി കാര്യങ്ങൾ ചെയ്യുവാൻ ദാവീദ് പറഞ്ഞതാണ് 1 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ അവസാനം നാം കണ്ടത്. 2 ദിനവൃത്താന്തത്തിൽ ശലോമോൻ ധൃതിയായി കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നതാണ് നാം കാണുന്നത്. 1 ദിനവൃത്താന്തം മുഴുവനും ദാവീദിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്ന് നാം കണ്ടല്ലോ. ആദ്യത്തെ 10 അധ്യായങ്ങൾ മാത്രം വേറെ പല കാര്യങ്ങളും പറഞ്ഞു. 10-ാം അധ്യായത്തിൽ ശൗലിനെക്കുറിച്ച് നാം കണ്ടു. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ വംശാവലി നാം കണ്ടു. 2ഉം വളരെ പ്രധാനപ്പെട്ടത്. വളരെ ദീർഘമായ ഒരു വംശാവലിയോടെയാണ് ആരംഭിച്ചത് 1 ദിനവൃത്താന്തം. ആദാം മുതൽ ദാവീദ് വരെ അനേകരെ ജനിപ്പിക്കുന്നൊരു പട്ടിക നാം കാണും. എന്തിനാണ് വംശാവലി നൽകിയിരിക്കുന്നത്? കാരണം അത് ദാവീദിങ്കിലേക്ക് നയിക്കുന്നു എന്നതത്രേ. എന്തുകൊണ്ട് ദാവീദ്? കാരണം ദാവീദ് ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്നു. പുതിയ നിയമം ആരംഭിക്കുന്നത് ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ കാരണത്താലാണ് ഇത് നൽകിയിരിക്കുന്നത്. ഞാൻ വീണ്ടും സൂചിപ്പിക്കട്ടെ, ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് കാണുവാൻ സാധിക്കുന്നത്.
ശമൂവേലിൻ്റെ പുസ്തകങ്ങളിലും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലും മനുഷ്യൻ്റെ വീക്ഷണമാകുന്നു നാം കാണുന്നത്. ആ പുസ്തകങ്ങൾ ദൈവാത്മപ്രേരിതമല്ല എന്നർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അവ ദൈവാത്മപ്രേരിതം തന്നെയാണ് കേട്ടോ. എന്നാൽ അവൻ ആദ്യം മാനുഷിക വീക്ഷണത്തിൽ വിവരിച്ചതിന് ശേഷം ദൈവിക കാഴ്ചപ്പാടിൽ ചരിത്രം വിശദീകരിക്കുന്നു. ദാവീദിൽ ഊന്നൽ കൊടുത്താണ് സംസാരിക്കുന്നത്. ദാവീദ് എവിടെയാണ് ഊന്നൽ കൊടുത്തത്? ദൈവത്തിൻ്റെ ആലയം പണിയുന്നതിൽ. ദാവീദ് ഊന്നൽ കൊടുത്തത് അതിലാണ്, ദൈവത്തിൻ്റെ ആലയം. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം 2 പ്രധാന ചിന്തകളാകുന്നു കാണുന്നത്. ഒന്നാമത്തേത് ദേവാലയ പണിയും, രണ്ടാമത്തേത് ഉണർവും. രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലെ അതേ കാലമാകുന്നു ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഏതാനും ശ്രദ്ധേയമായ ഊന്നലുകൾ നൽകിയിരിക്കുന്നു. ഞാനൊന്ന് പറയാം. ആദ്യത്തെ 9 അധ്യായങ്ങൾ ശലോമോൻ്റെ ഭരണത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ വേർതിരിച്ചിരിക്കുന്നു. അതിൽ തന്നെ 6 അധ്യായങ്ങളിൽ ദേവാലയ പണിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവം എവിടെയാണ് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നതെന്ന് വ്യക്തമാണ്. ശലോമോൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും വലുത് ദേവാലയ പണിയാണ്. സാധാരണ ആളുകൾ ശലോമോനെ അവനുണ്ടായിരുന്ന അനേകം ഭാര്യമാരുടെ ബന്ധത്തിലാണ് ചിന്തിക്കാറുള്ളത്. അത് അസാധാരണം തന്നെ എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ദൈവം പ്രാധാന്യം നൽകുന്നത് അതിനല്ല. അവന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു എന്നത് ദൈവത്തിൻ്റെ ഹിതത്തിൽപ്പെട്ട കാര്യമേ അല്ലായിരുന്നു. അത് ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ളതായിരുന്നു. രാജ്യം വിഭജിക്കപ്പെടുവാനുള്ള ഒരു കാരണവും അതായിരുന്നു. അവൻ ആ അന്യായം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നിങ്ങളെന്നോട് പറയരുതേ. അവൻ അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല. ആരും പെടില്ല. പാപം എപ്പോഴും ശിക്ഷ കൊണ്ടുവരും. ഇത് നാം മറക്കരുത്. ആരാണ് പാപം ചെയ്യുന്നത് എന്നുള്ളതല്ല പ്രശ്നം. ആരായിരുന്നാലും പാപം ശിക്ഷ കൊണ്ടുവരും. ആർക്കെങ്കിലും സ്വർഗത്തിലെത്തുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ഒരു രക്ഷകനുണ്ടായിരിക്കുക എന്നത് മാത്രമാണ്. ആ രക്ഷകൻ യേശുക്രിസ്തു ആകുന്നു. മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്നും രക്ഷിച്ച് ദൈവത്തോടുകൂടെ ആക്കി തീർക്കുവാനാണ് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഏതൊരാൾക്കും ദൈവ പൈതലാകുവാൻ സാധിക്കും, മറക്കരുത്. അതുകൊണ്ട് 2 ദിനവൃത്താന്ത പുസ്തകത്തിലെ ആദ്യത്തെ പ്രധാന ചിന്ത ശലോമോൻ ദേവാലയം പണിയുന്നതാകുന്നു. അതാകുന്നു പ്രധാന ചിന്താവിഷയം. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അത് പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ദൈവം കരുതിയതിനാൽ ഈ പുസ്തക എഴുത്തുകാരൻ അതിനായി 6 അധ്യായങ്ങൾ ആദ്യമേ തന്നെ നീക്കിവെക്കുന്നു. അതിനുവേണ്ടി ദൈവം അവനെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരിയില്ലേ? 10 മുതൽ ഈ പുസ്തകത്തിൻ്റെ അവസാനം വരെ രാജ്യം വിഭജിക്കപ്പെട്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. അതെ, രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷം അനേകം രാജാക്കന്മാർ രാജ്യങ്ങൾ ഭരിച്ചെന്നും അവരിൽ ഭൂരിഭാഗവും അത്ര ആകർഷിക്കത്തക്കവരല്ലായിരുന്നു എന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും നാം മനസ്സിലാക്കിയല്ലോ. വടക്കേ രാജ്യമായ ഇസ്രായേലിൽ ഒരൊറ്റ നല്ല രാജാവ് പോലും ഇല്ലായിരുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ വടക്കേ രാജ്യത്തെക്കുറിച്ച് പ്രസക്തമായി ഒന്നും തന്നെ പറയുന്നില്ല. ഈ പുസ്തകത്തിൽ പ്രധാനമായും തെക്കേ രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, യഹൂദയെക്കുറിച്ചും ദാവീദിൻ്റെ വംശത്തെക്കുറിച്ചും. അവരും അത്ര നല്ലവരായിരുന്നു എന്ന് പറയുവാൻ സാധ്യമല്ല. എന്നിരുന്നാലും അവരിൽ 5 രാജാക്കന്മാർ എടുത്തു പറയേണ്ടവരാണ്. അവർ പേരോർത്തിരിക്കണം: ആസ, യഹോശാഫാത്ത്, യോവാസ്, ഹിസ്കിയാവ്, യോശിയാവ്. പേര് മറക്കരുത്. വളരെ പ്രധാനപ്പെട്ട 5 രാജാക്കന്മാർ. ദേശത്ത് ഉണർവ് കൊണ്ടുവരുവാൻ കാരണക്കാരായ 5 രാജാക്കന്മാർ ഇവരായിരുന്നു. ദൈവം ഉണർവിന് വളരെയേറെ പ്രാധാന്യം നൽകി സംസാരിക്കുന്നു. ഈ ഭാഗത്ത് നാമും ഉണർവിനെക്കുറിച്ച് സംസാരിക്കുവാൻ കുറേ സമയമെടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ആത്മിക ഉണർവ് തന്നെയാണ്. വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ. ഈ തലമുറയിൽ അത് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതിനുള്ള മാർഗം എന്താണ്? ഏതായാലും കുറുക്കു വഴികളൊന്നുമില്ല കേട്ടോ. ഉച്ചത്തിൽ പാടുകയും കൂടുതൽ ആളുകൾ യോഗങ്ങൾക്കും ആരാധനകൾക്കും വരുന്നതിനാലും അത് ഉണർവാകുകയില്ല. എന്താണ് വാസ്തവത്തിൽ ഉണർവിൻ്റെ അനുഭവം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക കൂട്ടത്തെക്കുറിച്ച് ഞാൻ കേട്ടു. അവരുടെ ധാരണ തെറ്റായിരുന്നു. അവർ ചിന്തിക്കുന്നത് വളരെ ശക്തമായി പ്രാർത്ഥിച്ചാൽ, പാടിയാൽ ഉണർവുണ്ടാകുമെന്നത്രേ. ഞാൻ ഓർപ്പിക്കട്ടെ സുഹൃത്തെ, ദൈവം സർവത്തിൻ്റെയും അധിപനാണ്.
ദൈവത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുവാൻ നാം അപ്രാപ്തരാണ്. ദൈവത്തിൻ്റെ കൈ പിടിച്ച് തിരിച്ച് കാര്യം കാണുവാൻ ശ്രമിക്കുന്നത് സ്വയം വിഡ്ഢികളാകുവാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് തൻ്റേതായൊരു പരിപാടിയുണ്ട്. എനിക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ ദൈവം തൻ്റെ പരിപാടി മാറ്റില്ല. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഞാനും നിങ്ങളും ദൈവത്തോടൊപ്പം കാൽ വെച്ച് മുന്നേറുക എന്നതത്രേ. നമ്മുടെ താളത്തിന് തുള്ളുവാൻ ദൈവത്തെ കിട്ടില്ല എന്നോർക്കണം. ഞാൻ പറയട്ടെ, ദൈവഹിതം നിത്യതയിൽ നിന്നും ആരംഭിച്ച് നൂറ്റാണ്ടുകളിലൂടെ നിത്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, കഴിഞ്ഞകാല നിത്യതയിൽ നിന്ന് വരുന്നതായ നിത്യതയിലേക്ക്. അതെ, ആ വലിയ എഞ്ചിൻ്റെ മുൻപിൽ അതിൻ്റെ ഗതിയെ മാറ്റുവാൻ എന്നുള്ള ചിന്തയോടെ കയറി നിൽക്കുന്ന മനുഷ്യനോട് സഹതാപം തോന്നുകയല്ലാതെ എന്ത് ചെയ്യാം? അത് താങ്കളുടെ മേൽ കൂടി കയറി ഇറങ്ങും, താങ്കൾ നശിക്കും, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ ദൈവഹിതത്തെ മാറ്റുവാൻ ആരാലും സാധിക്കില്ല. തനിക്കതിഷ്ടമല്ല എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. ഞാൻ ഒന്ന് ഉറപ്പിക്കട്ടെ, നാം വെറും സൃഷ്ടികൾ മാത്രമാണ്. ദൈവത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുവാൻ സൃഷ്ടിയെ കൊണ്ടാവില്ല. ദൈവമാണ് നമ്മെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിൻപോട്ട് ചെല്ലുവാനുള്ള പ്രവണതയാണ് നമുക്കെപ്പോഴും. നമ്മെ അനുസരിക്കുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തെ അനുസരിക്കുക എന്നത് മറക്കരുത്. താങ്കൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം, അപ്പോൾ ഒരു ആത്മീയ ഉണർവയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലേ എന്ന്. തീർച്ചയായും അവൻ അതിന് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ നാം പാലിക്കേണ്ടതില്ലേ? തീർച്ചയായും. എന്നാൽ അവർ അവൻ്റെ വ്യവസ്ഥ പാലിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ സംശയം. ഇന്നുള്ള ആത്മീക അന്തരീക്ഷം ഇത്രത്തോളം നിലനിന്നത് എങ്ങനെയാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വേദശാസ്ത്രജ്ഞന്മാർ വ്യവസ്ഥകൾ പറയുകയും സഭകൾ ആ വ്യവസ്ഥകൾ പാലിക്കുകയും ചെയ്തതിനാലാണ് ഇന്നും സത്യസുവിശേഷം ഏതാനും ഇടങ്ങളിലെങ്കിലും നിലനിൽക്കുന്നതെന്ന് ചിന്തിച്ചാൽ തെറ്റി. എനിക്ക് വേദശാസ്ത്രജ്ഞന്മാരുടെ എന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. തലയിലെ അറിവിന് മാത്രം പ്രാധാന്യം നൽകുന്നത് അപകടകരമാകുന്നു. ആത്മീകമായൊരു ചലനം ഇന്ന് സഭകളിൽ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മിക്കവാറും സഭകളെല്ലാം മരച്ചിരിക്കുകയാണ്. ശരിയേത് തെറ്റേത് എന്ന് അറിയുവാൻ കഴിയാത്ത വിധം മരച്ചിരിക്കുന്നു. വലിയ വലിയ സിദ്ധാന്തങ്ങൾ എല്ലായിടത്തും പ്രസംഗിച്ച് കേൾക്കുന്നു, എന്നാൽ പ്രാവർത്തിക ജീവിതത്തിൽ ഒന്നും കാണുന്നില്ല. എത്ര പരിതാപകരമായ അവസ്ഥയില്ലേ! ഒരു യഥാർത്ഥ ഉണർവ് കാണുവാൻ സാധിക്കാത്ത അവസ്ഥ. ഇന്നത്തെ ആവശ്യം ഒരു ആത്മീക ഉണർവാണ് സുഹൃത്തെ, ആത്മീക ഉണർവ്. ദീനം പിടിച്ച് മരിപ്പാറായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം പ്രവർത്തിക്കുവാൻ അനുവദിച്ചു കൊടുക്കുന്ന അനുഭവം. ദൈവവചനത്തിലൂടെയാണ് ഇത് സംഭവിക്കേണ്ടത്. ദൈവവചനത്തെ ഒരു കെട്ടുകഥയായും ആദിമസഭയുടെ ഒരു റിപ്പോർട്ടായും മറ്റും മാത്രം കാണുന്നവർ, അങ്ങനെ ജനത്തെ പഠിപ്പിക്കുന്നവർ എങ്ങനെ ഒരു ആത്മീയ ഉണർവിന് നേതൃത്വം നൽകും? ഒന്ന് ചിന്തിച്ചാട്ടെ. അതെ, ഇത് വെറും ഒരു തത്വജ്ഞാനമായി കാണുന്നവർ ഒരു ആത്മീയ ഉണർവിനെക്കുറിച്ച് എന്തറിയുന്നു? ഞാൻ ഓർപ്പിക്കട്ടെ സഹോദര, പ്രിയ സഹോദരി, ദൈവഹിതത്തിന് എങ്ങനെ വിധേയപ്പെടണമെന്നും ദൈവത്തോട് അടുത്തു വരേണ്ടത് എപ്രകാരം എന്നും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, നമ്മെ തന്നെ അവന്മേലിടുന്ന അനുഭവം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ആജ്ഞകൾ അംഗീകരിക്കുവാൻ, ആജ്ഞകൾ കൊടുക്കുവാനല്ല എടുക്കുവാൻ തയ്യാറായതിനാൽ വളരെ ആശ്ചര്യകരമായ വിധത്തിൽ ദൈവം ഉപയോഗിച്ച ഏതാനും ആളുകളെ, അതെ, രാജാക്കന്മാർ പോലും അതിലുൾപ്പെടും, നാം കാണുവാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ആത്മീക ഉണർവിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് സഭാ നേതൃത്വങ്ങൾ തന്നെയാകുന്നു എന്നത്രേ. ആരെയും വ്യക്തിപരമായി ചിന്തിച്ചുകൊണ്ടല്ല ഞാൻ ഈ പ്രസ്താവന നടത്തുന്നത്. അഥവാ ആർക്കെങ്കിലും ഇതൊരു
കുത്തുകൊള്ളുന്നത് പോലെ തോന്നിയാൽ സ്വയപരിശോധനയ്ക്ക് സമയമെടുത്താട്ടെ. ഒരു നേതാവ് പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്ന ഉണർവുണ്ടായാൽ പിന്നെ ഞങ്ങളോടുകൂടെ ആളുകളൊന്നും നിൽക്കുകയില്ല, അതിനാൽ ഞങ്ങൾ പറയുന്നത് പോലെ മനുഷ്യരെ കൊണ്ടുപോയേ മതിയാകൂ എന്ന്. അതൊരു സത്യമാണില്ലേ? ദൈവവചനപ്രകാരമുള്ള ഒരു ഉണർവുണ്ടായാൽ ഇന്നത്തെ പല സംഘടിത സഭകളിൽ നിന്നും ഒരു വലിയ പങ്ക് ആളുകൾ വെളിയിൽ പോകും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ അതും ഇതും പഠിപ്പിച്ച് മയക്കിയിടുവാനാണ് നേതാക്കന്മാർ പലരും ആഗ്രഹിക്കുന്നത്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്ര നേതാക്കന്മാർ നമുക്കിന്നുണ്ട്. വർഷങ്ങളായി ഉണർവിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന നേതൃത്വം മാത്രമല്ലേ നാം കാണുന്നത്? ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ടാകും, ആഹാ, ഇന്ന് നിങ്ങളൊരു വിപ്ലവകാരിയെപ്പോലെയാണല്ലോ സംസാരിക്കുന്നതെന്ന്. അതെ, ഞാൻ എന്നും ഒരു വിപ്ലവകാരി തന്നെയാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ഒരു വിപ്ലവകാരി തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേദശാസ്ത്രജ്ഞന്മാരെ ശ്രദ്ധിക്കുന്നതിനാൽ സഭയിൽ ഉണർവുണ്ടാകുവാൻ പോകുന്നില്ല എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനം പ്രസംഗിക്കുവാൻ ഞാൻ തത്രപ്പെടുന്നത്, ഓടി നടക്കുന്നത്. ഇടയ്ക്കിടെ എനിക്കും കുറേ പ്ലാനും പദ്ധതിയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം എൻ്റെ പദ്ധതിயின் പ്രകാരം വന്നിരുന്നെങ്കിൽ ഉണർവുണ്ടാകുകയില്ല എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എത്ര വാസ്തവമില്ലേ? സെക്കറിയ പ്രവചനത്തിൽ നാം വായിക്കുന്നു 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അതിന് വിധേയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ പ്രയാസവും, ദൈവത്തിന് വിധേയപ്പെടുന്നതായ അവസ്ഥ. എൻ്റെ പ്ലാനും പദ്ധതിയും കൊണ്ട് നടന്നാൽ എനിക്കാകെ സന്തോഷമാണ്. അങ്ങനെ സംഭവിച്ചതായി ചരിത്രത്തിൽ എങ്ങും കാണുവാൻ കഴിയുന്നില്ല. നാം ഓർക്കണം, നാം പഠിച്ച ചരിത്രത്തിലോ ഇനിയും പഠിക്കുവാൻ പോകുന്ന ചരിത്രത്തിലോ അത് കാണുവാൻ സാധ്യമല്ല. ദാവീദിൻ്റെ വംശത്തിലുള്ള രാജാക്കന്മാരെക്കുറിച്ചാണ് 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നു എന്നതിനേക്കാൾ ദൈവം ചരിത്രത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്താകുന്നു എന്നാണ് ഇവിടുത്തെ വിഷയം. ഏതൊക്കെ രാജാക്കന്മാരുടെ കാലയളവിലാണോ ഉണർവും നവീകരണവും ഉണ്ടായത്, ആ രാജാക്കന്മാരുടെ ഭരണകാലത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അത് മതി. അല്ലാത്തതൊന്നും ചരിത്രത്തിൽ എഴുതിയത് കൊണ്ട് എന്ത് സാധിക്കാനാണ്? ഒരുപക്ഷെ പറഞ്ഞേക്കാം പാഠങ്ങളായി എടുക്കാമെന്ന്. എത്ര പാഠങ്ങൾ വേണമെങ്കിലും അതുപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ 5 രാജാക്കന്മാരുടെ കാലത്താണ് ഈ ഉണർവുണ്ടാകുന്നത്. 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം കോരസ് രാജാവ് പുറപ്പെടുവിച്ച തീർപ്പോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. പ്രവാസകാലത്തിൻ്റെ രേഖ ഒന്നും തന്നെ ഇവിടെ നൽകിയിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അത് നഷ്ടപ്പെട്ട കാലമാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ദൈവീക വീക്ഷണത്തിലുള്ള രേഖയാണ്. ഈ പുസ്തകത്തെ 2ആയി വിഭജിച്ചാൽ അത് ഇപ്രകാരമായിരിക്കും: 1 മുതൽ 9 വരെ ശലോമോൻ്റെ ഭരണം, 10 മുതൽ 36 വരെ രാജ്യത്തിൻ്റെ വിഭജനവും യഹൂദയുടെ ചരിത്രവുമാകും. അതിൽ തന്നെ ഉണർവിൻ്റെ കാലങ്ങൾക്കാണ് പ്രാധാന്യം. 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ആസയുടെ കാലത്തെ ഉണർവ്, 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളിൽ യഹോശാഫാത്തിൻ്റെ കാലത്തെ ഉണർവ്, 23 മുതൽ 24 അധ്യായങ്ങളിൽ യോവാസിൻ്റെ കാലത്തെ ഉണർവ്, 29 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ ഹിസ്കിയാവിൻ്റെ കാലത്തെ ഉണർവ്, 34-35 അധ്യായങ്ങളിൽ യോശിയാവിൻ്റെ കാലത്തെ ഉണർവാകുന്നു നാം കാണുന്നത്. നമുക്കിനി 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് 1-2 വാക്യങ്ങൾ നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദാവീദിൻ്റെ മകനായ ശലോമോൻ തൻ്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരുന്നു, അവനെ അത്യന്തം മഹത്വപ്പെടുത്തി. ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല ശലോമോൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. ഞാൻ ഈ പ്രസ്താവന നടത്തുമ്പോൾ ഇത് അനേകരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. പലരും ഇതിനോട് യോജിക്കുന്നില്ല എന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവവചനം നാം പഠിക്കുമ്പോൾ ഇത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന ഒരു പരമാർത്ഥമാണ്. ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല ശലോമോൻ, അവൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. ശലോമോൻ അടുത്ത രാജാവാകണമെന്ന് ദാവീദ് ആഗ്രഹിച്ചിരുന്നു എന്ന് ഞാൻ വാസ്തവത്തിൽ ചിന്തിക്കുന്നില്ല. അവൻ തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അവനോട് മത്സരിച്ച മകൻ അബ്ശാലോമിനെ മാത്രമേ തിരഞ്ഞെടുക്കുമായിരുന്നുള്ളൂ. ദാവീദ് അബ്ശാലോമിനെ സ്നേഹിച്ചിരുന്നു. അബ്ശാലോം കൊല്ലപ്പെട്ടപ്പോൾ അത് ദാവീദിൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന് നാം വായിക്കുന്നു. അതവനെ ആകെ അസ്വസ്ഥനാക്കി. അബ്ശാലോമുമായുള്ള യുദ്ധത്തിൽ ദാവീദ് തൻ്റെ സേനയെ അയക്കുമ്പോൾ പ്രത്യേകം നൽകിയ നിർദ്ദേശം അബ്ശാലോമിന് ദോഷമൊന്നും സംഭവിക്കാതെ സൂക്ഷിക്കണമെന്നത്രേ.
ആ മകന് വേണ്ടി തനിക്കുള്ളതെല്ലാം ത്യാഗം ചെയ്യുവാൻ ദാവീദ് സന്നദ്ധനായിരുന്നു. അവനെ സ്നേഹിച്ചിരുന്നു. അബ്ശലോമിന് ദാവീദിൻ്റെ സ്വഭാവമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതത്രേ. പല വിധത്തിലും അവൻ ദാവീദിൻ്റെ കൂട്ടായിരുന്നു. എങ്കിലും അവൻ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പല്ലായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തത് ശലോമോനെയാണ്. ദൈവം ശലോമോനെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ദൈവം ഈ ലോകത്തിലെ ബലഹീനങ്ങളായ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ദൈവം ശലോമോനെ ഉപയോഗിക്കുവാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ശക്തി ബലഹീനതയിൽ വെളിപ്പെടുത്തുന്നു. ദാവീദ് ഇപ്പോൾ ഇല്ല. അവനൊരു മഹാനായ വ്യക്തിയായിരുന്നു. എന്നാൽ ശലോമോൻ ചെറുപ്പവും അത്ര അധികം ശക്തിയൊന്നും ഇല്ലാത്തവനുമായിരുന്നു. ദൈവം ശലോമോനെ ഉപയോഗിക്കും. മാത്രമല്ല, ദൈവാലയത്തിൻ്റെ യഥാർത്ഥ പണി നിർവഹിക്കുവാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യും. ദാവീദിൻ്റെ മകനായ ശലോമോൻ തൻ്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു എന്ന് നാം വായിക്കുന്നു, അല്ലെങ്കിൽ ശക്തിപ്പെട്ടു. ഈ രാജ്യത്വം ശലോമോൻ്റെ കീഴിൽ അതിൻ്റെ സകല പ്രതാപത്തിലും എത്തിച്ചേരുന്നതാണ്. ദാവീദാണ് ഈ രാജ്യത്വത്തിന് അടിസ്ഥാനമിട്ടത്. അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരുന്ന് അവനെ അത്യന്തം മഹത്വപ്പെടുത്തി എന്ന് നാം വായിക്കുന്നു. അവൻ എത്ര കൃപാലുവായ ഒരു ദൈവമാകുന്നു. ശലോമോൻ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് നാം കാണുന്നതത്രേ. ദൈവം അവനെ നീക്കും എന്നും അവൻ്റെ രാജ്യം വിഭജിക്കപ്പെടുമെന്നും ഉള്ള അവസ്ഥയിൽ ശലോമോൻ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ ശലോമോൻ്റെ ഭരണസമയത്ത് ദൈവം രാജ്യം വിഭജിക്കുവാൻ അനുവദിക്കാതിരുന്നത് ശലോമോൻ മൂലം അല്ല, ദാവീദ് മൂലമാണ് അങ്ങനെ ഉണ്ടായത്. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി മൂലം. 2-ാം വാക്യത്തിൽ നാം കാണുന്നത് 2 ദിനവൃത്താന്തം 1:2. ശലോമോൻ എല്ലാ ഇസ്രായേലിനോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ന്യായാധിപന്മാരോടും എല്ലാ ഇസ്രായേലിൻ്റെയും പിതൃഭവന തലവന്മാരായ സകല പ്രഭുക്കന്മാരോടും സംസാരിച്ചിട്ട്. ഇസ്രായേലിലെ നേതാക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ശലോമോൻ ഇവിടെ ഒരു മീറ്റിംഗ് നടത്തുന്നു. അതെ, നേതാക്കന്മാരുടെ ഒരു സമ്മേളനം. 3-ാം വാക്യത്തിൽ ശലോമോൻ സർവ്വസഭയുമായി ഗിബെയോനിലെ പൂജാഗിരിക്ക് പോയി. യഹോവയുടെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ ദൈവത്തിൻ്റെ സമാഗമന കൂടാരം അവിടെയായിരുന്നു. സമാഗമന കൂടാരം അവിടെ ഗിബെയോനിലായിരുന്നു. ദാവീദ് പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവന്നത് അത് അവിടെ ഒരു കൂടാരത്തിൽ വെച്ചിരുന്ന കാര്യവും നാം പഠിച്ചു കഴിഞ്ഞല്ലോ. എന്നാൽ അവർക്ക് പെട്ടെന്ന് നേരിട്ട് ദൈവത്തിങ്കിലേക്ക് വരുവാൻ കഴിയുമായിരുന്നില്ല. ഇത് മനോഹരമായിരിക്കുന്നു. പെട്ടകം യെരൂശലേമിലുണ്ടെങ്കിലും, അതായത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ പെട്ടകം, കൃപാസനമുള്ള പെട്ടകം യെരൂശലേമിലുണ്ട്. എന്നാലും ദൈവത്തിങ്കിലേക്കുള്ള വഴി ആ സമാഗമന കൂടാരത്തിലൂടെയാണ്. കാരണം അതാ ആ താമ്രയാഗപീഠം അവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. ആ താമ്രയാഗപീഠം ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ചൂണ്ടിക്കാണിക്കുന്നത് അത്രേ. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ അവർ അവിടെ ചെല്ലേണ്ടതത്രേ, ആ താമ്രയാഗപീഠത്തിങ്കൽ. താങ്കളും ഞാനും അതേ മാർഗത്തിലാണ് ദൈവത്തിങ്കിലേക്ക് ചെല്ലേണ്ടത്. ഇന്ന് വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു ആശയം എന്തെന്നാൽ ആർക്കും ഏതൊരു സാഹചര്യത്തിലും ദൈവസന്നിധിയിൽ ഓടിച്ചെല്ലാവുന്നതാണ് എന്നത്രേ. അങ്ങനെ ചെല്ലുമ്പോൾ ദൈവം ചെവിയും കുറിപ്പിച്ച് അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുവാൻ കാത്തിരിക്കുന്നു എന്ന ചിന്താഗതി. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയപടിയാകാമെന്ന ആശയം. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ആർക്കാണ് അവകാശമുള്ളത് സുഹൃത്തെ? ആരുടെ പ്രാർത്ഥനയാണ് ദൈവം വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നത്? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ പ്രാർത്ഥന ചെവിക്കൊള്ളണമെന്നില്ല എന്നത്രേ. ഞാൻ പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം. എങ്കിൽ പത്രോസിൻ്റെ വാക്കുകൾ തന്നെ നാം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. 1 പത്രോസ് 3:12 നാം വായിക്കുന്നത്, കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥന താൻ കേൾക്കുമെന്ന് ദൈവം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു പാപിക്ക്, അതെ, ദൈവപൈതൽ ആയിത്തീർന്നിട്ടില്ലാത്ത ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ക്രിസ്തുയേശുവിലുള്ള അവൻ്റെ കരുണ അംഗീകരിക്കുക മാത്രമാണ്. ഇത് നാം മറക്കരുത്. താങ്കൾ ദൈവത്തെ സമീപിക്കുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം താങ്കൾ ക്രൂശിലൂടെ അവനെ സമീപിക്കേണ്ടതാണ്. അതല്ലാതെ ആർക്കും ദൈവത്തിങ്കിലേക്ക് ചെല്ലുക സാധ്യമല്ല. യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല.
ഇതത്രേ ശലോമോൻ ചെയ്യുന്നത്. അവൻ രാജ്യത്തെ പ്രമാണികളെ കൂട്ടി അവർ ഒരുമിച്ച് സമാഗമന കൂടാരവും താമ്രയാഗപീഠവുമുള്ള ഗിബെയോനിലേക്ക് പോകുന്നു. തൻ്റെ ഭരണത്തിൻ്റെ ആരംഭത്തിൽ ശലോമോൻ വളരെയേറെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ശലോമോൻ്റെ ആരംഭം ഏറെ നല്ലതായിരുന്നു. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതായി നാം കാണുന്നു. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ എന്നും ആശ്രയിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരും. ഇന്നത്തെ ഈ പഠനം നിങ്ങൾ ശ്രദ്ധിച്ചതിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.